ശിവാനന്ദലഹരിയിലെ 10ാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദനശ്ലോകം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. മലയാള ഭാഷ വിഭക്തി പ്രത്യയങ്ങളുടെ കാരിക 4ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പഠിച്ചു വരികയാണ്. അതിനാൽ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. നമ്മൾക്ക് നേരെ സുബന്ധ രൂപങ്ങളിലേക്ക് കടക്കാം. മലയാള ഭാഷ വിഭക്തി പ്രത്യയങ്ങൾക്ക് സമാനമായി സംസ്കൃത ഭാഷയിലെ വിഭക്തി പ്രത്യയങ്ങളാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യയങ്ങൾ 3 നമ്മൾ എടുക്കേണ്ടതാകുന്നു. ഈ പ്രത്യയങ്ങളെ സുപ്പ് പ്രത്യയങ്ങൾ എന്നറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രത്യയങ്ങൾ മൂലശബ്ദത്തിനോട് യോജിപ്പിച്ച് കഴിഞ്ഞ് കിട്ടുന്ന പദങ്ങളെ സുബന്ധങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രാതിപദികം അധികം സുപ്പ് പ്രത്യയ ആണ് സുബന്ധം. സംസ്കൃതത്തിലെ സുബന്ധാനി ബഹുവചനം, മലയാളത്തിൽ നമ്മൾ സുബന്ധം, സുബന്ധങ്ങൾ എന്ന് പറയുന്നു. ഈ സുബന്ധങ്ങളാണ് വാക്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുവരേക്കും നമ്മൾ അകാരാന്ത പുല്ലിംഗ ബാലശബ്ദത്തിൻ്റെ സുബന്ധ രൂപങ്ങൾ പഠിച്ചു. ഇകാരാന്ത പുല്ലിംഗ കവി ശബ്ദത്തിൻ്റെ പഠിച്ചു. ഉകാരാന്ത പുല്ലിംഗ ഗുരു ശബ്ദത്തിൻ്റെ പഠിച്ചു. ഋകാരാന്ത പുല്ലിംഗ പിതൃശബ്ദത്തിൻ്റെ പഠിച്ചു. ഋകാരാന്ത പുല്ലിംഗ സവിതൃ ശബ്ദത്തിൻ്റെ പഠിച്ചു. ഇന്ന് ഒകാരാന്ത പുല്ലിംഗ ഗോ ശബ്ദത്തിൻ്റെ സുബന്ധ രൂപങ്ങൾ നോക്കാം. ഗൗഹു ഗാവൗ ഗാവഃ, ഗാം ഗാവൗ ഗാഹ, ഗവ ഗോഭ്യാം ഗോഭിഃ, ഗവേ ഗോഭ്യാം ഗോഭ്യഃ, ഗോഹോ ഗോഭ്യാം ഗോഭ്യഃ, ഗോഹോ ഗവോഹോ ഗവാം, ഗവി ഗവോഹോ ഗോഷു, ഹേ ഗൗ ഹേ ഗാവൗ ഹേ ഗാവഃ. ഇത് വളരെ ചുരുക്കം സന്ദർഭങ്ങളിലെ ഈ പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. എന്നിരുന്നാലും ഒരു അറിവിന് വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അടുത്തത് ആകാരാന്ത സ്ത്രീലിംഗത്തിലേക്ക് കിടക്കാം. ആകാരാന്ത സ്ത്രീലിംഗ സീത ശബ്ദം നോക്കാം. സീത, സീതേ, സീതാഹ, സീതാം, സീതേ, സീതാഹ, സീതയാ, സീതാഭ്യാം, സീതാഭിഃ, സീതായൈ, സീതാഭ്യാം, സീതാഭ്യഃ, സീതായാഹ, സീതാഭ്യാം, സീതാഭ്യഃ, സീതായാഹ, സീതയോഃ, സീതാനാം, സീതായാം, സീതയോഃ, സീതാസു, ഹേ സീതേ, ഹേ സീതേ, ഹേ സീതാഹ. അപ്പോൾ സീത എന്ന ശബ്ദത്തിന് എന്ത് സുബന്ധ രൂപങ്ങളാണോ ഉള്ളത്, അതേ സുബന്ധ രൂപങ്ങൾ തന്നെയായിരിക്കും എല്ലാ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങൾക്കും. ഉദാഹരണം രമ, ലത, കല, ഈ ശബ്ദങ്ങൾക്കെല്ലാം തന്നെയും ഇതേ സുബന്ധ രൂപങ്ങളാവും ഉണ്ടാവുക. മലയാള ഭാഷ വിഭക്തി പ്രത്യയങ്ങൾ ഹൃദിസ്ഥമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വളരെ പെട്ടെന്ന് മലയാളത്തിലേക്ക് തർജിമ ചെയ്യുവാൻ സാധിക്കും. ഉദാഹരണം സീത, മലയാളത്തിലും നമ്മൾ സീത എന്ന് പറയും. സീതാം എന്നാൽ ഉടനെ നമ്മൾക്ക് നമ്മുടെ മനസ്സിലേക്ക് വരണം സീതയോട്, സീതയിലേക്ക്, സീതയെ എന്നാണ് അതിൻ്റെ അർത്ഥം. സീതയാ എന്നാൽ തൃതീയാണ്. അപ്പോൾ സീതയാൽ, സീതയിലൂടെ എന്നെല്ലാം അർത്ഥം വരും. സീതയെ കൊണ്ട്. അടുത്തത് ചതുർത്ഥി സീതായൈ. സീതായൈ എന്ന് പറയുമ്പോൾ സീതയ്ക്ക് വേണ്ടി, സീതയ്ക്കായിക്കൊണ്ട്. അടുത്തത് പഞ്ചമി സീതായാഹ, സീതയിൽ നിന്ന്. അടുത്തത് ഷഷ്ടി സീതായാഹ, സീതയുടെ എന്നർത്ഥം. സപ്തമി സീതായാം എന്ന സീതയിൽ. ഹേ സീതേ അത് സംബോധനയാണ്. ഇനി അത് ബഹുവചനമാണെങ്കിൽ സീതാഹ
രണ്ടിൽ കൂടുതൽ സീത എന്നർത്ഥം. സീതാഭിഹി എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ സീതാക്കളാൽ എന്നർത്ഥം. അപ്പോൾ അതെല്ലാം ബഹുവചനം വരും. സീതാസു രണ്ടിൽ കൂടുതൽ സീതാക്കളിൽ എന്നർത്ഥം. അപ്പോൾ മലയാള ഭാഷ വിഭക്തി പ്രത്യയങ്ങൾ ഹൃദിസ്ഥമായിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള ഏത് സുബന്ധ പദങ്ങൾ കണ്ടാലും അതിനെ ഉടൻ തന്നെ നമ്മൾക്ക് മലയാളത്തിലേക്ക് തർജിമ ചെയ്യുവാൻ സാധിക്കും. അതാണ് മലയാള ഭാഷ വിഭക്തി പ്രത്യയങ്ങൾ ഹൃദിസ്ഥമാക്കണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത. ശ്ലോകം: നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണപരമാനന്ദലഹരി വിഹാരാസക്തം ചേദ്ഹൃദയമിഹ കിം തേന വപുഷാ. പദച്ഛേദഃ: നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണപരമാനന്ദലഹരി വിഹാരാസക്തം ചേത് ഹൃദയം ഇഹ കിം തേന വപുഷാ. വാക്യവിശ്ലേഷണം. ക്രിയാപദം ഭവതു അത് ശ്ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വാചകം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഭവതി എന്ന ക്രിയാപദം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. മലയാളത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാചകം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉണ്ട് അല്ലെങ്കിൽ ആകുന്നു എന്നെല്ലാം അവസാനം ചേർത്ത് കൊടുക്കുമല്ലോ. അതേപോലെ ഭവതി എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ട് അഥവാ ആകുന്നു എന്ന് തന്നെയാണ്. സുബന്ധരൂപങ്ങൾ: നരത്വം അകാരാന്ത നപുംസകലിംഗ നരത്വ പ്രഥമ ഏകവചനം. ദേവത്വം അകാരാന്ത നപുംസകലിംഗ ദേവത്വ പ്രഥമ ഏകവചനം. നഗവന മൃഗത്വം അകാരാന്ത നപുംസകലിംഗ മൃഗത്വ പ്രഥമ ഏകവചനം. മശകത ആകാരാന്ത സ്ത്രീലിംഗ മശകത പ്രഥമ ഏകവചനം. പശുത്വം അകാരാന്ത നപുംസകലിംഗ പശുത്വ പ്രഥമ ഏകവചനം. കീടത്വം അകാരാന്ത നപുംസകലിംഗ കീടത്വ പ്രഥമ ഏകവചനം. വിഹഗത്വാദി ഇകാരാന്ത നപുംസകലിംഗ വിഹഗത്വാദി പ്രഥമ ഏകവചനം. ജനനം അകാരാന്ത നപുംസകലിംഗ ജനന പ്രഥമ ഏകവചനം. ത്വത്പാദാബ്ജസ്മരണപരമാനന്ദലഹരി വിഹാരാസക്തം. ഇത് അകാരാന്ത ത്രിലിംഗ ആസക്ത പ്രഥമ ഏകവചനം. ഇത് സമസ്ത പദമാണ്. അതേപോലെ തന്നെ ഇത് വിശേഷണവുമാണ്. അതുകൊണ്ട് തന്നെ അത് 3 ലിംഗത്തിലും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ത്രിലിംഗം എന്നവിടെ എഴുതിയിരിക്കുന്നത്. വിഹാരാസക്തം എന്നത് ഒരു നപുംസക ലിംഗത്തിനെ വിശേഷിപ്പിക്കുമ്പോൾ വിഹാരാസക്തം. ഒരു പുല്ലിംഗത്തിനെയാണെങ്കിൽ വിഹാരാസക്തഃ. ഇനി സ്ത്രീലിംഗമാണെങ്കിൽ വിഹാരാസക്ത. അതുകൊണ്ടാണ് അത് ത്രിലിംഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. വിശേഷണമാണ്, സമസ്ത പദവുമാണ്. ഹൃദയം അകാരാന്ത നപുംസകലിംഗ ഹൃദയ പ്രഥമ ഏകവചനം. തേന ദകാരാന്ത സർവനാമ തത് ശബ്ദത്തിൻ്റെ തൃതീയ ഏകവചനം. വപുഷ ഷകാരാന്ത നപുംസകലിംഗ വപുഷ് തൃതീയ ഏകവചനം. അവ്യയങ്ങൾ: സദാ, ഇഹ, കിം, ചേത്.
ഇനിയും ഓരോ പദങ്ങളുടെ അർത്ഥം നോക്കി ക്രിയാപദത്തിനോട് യോജിപ്പിക്കാം. ആകാംക്ഷാക്രമം. ക്രിയാപദം ഭവതു. വ എന്നത് അവ്യയമാണ്. നമ്മൾ ഭവതു എന്നതിനോട് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ അർത്ഥം ഭവിച്ചോട്ടെ, അങ്ങനെ സംഭവിച്ചോട്ടെ, ഏത് ജന്മമായാലും അങ്ങനെ സംഭവിച്ചോട്ടെ. ഇനിയും ഒന്നൊന്നായി ചോദിക്കാം. ഏത് ഭവിച്ചോട്ടെ? നരത്വം, മനുഷ്യജന്മമോ? ഇനി അതെല്ലാം അങ്ങനത്തെ ചോദ്യങ്ങളാണ്, അതുകൊണ്ടെല്ലാം ഞാൻ വായിക്കുന്നില്ല. അടുത്തത് ദേവത്വം, ദേവജന്മമോ? നഗവന മൃഗത്വം, പർവ്വതവാസികളായ മൃഗങ്ങളുടെ ജന്മമോ കാട്ടുമൃഗങ്ങളുടെ ജന്മമോ? മശകത, കൊതുകിൻ്റെ ജന്മമോ? പശുത്വം, ജന്തുക്കളുടെ ജന്മമോ? കീടത്വം, പുഴുക്കളുടെ ജന്മമോ? വിഹഗത്വാദി ജനനം, പക്ഷികൾ മുതലായവയുടെ ജന്മമോ? ഏത് ജന്മമായാലും ഭവിച്ചോട്ടെ. അടുത്തത് ഭവതി എന്ന ഒരു ക്രിയാപദം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ശ്ലോകത്തിലില്ല. കിം എന്നത് അവ്യയമാണ്. അപ്പോൾ കിം ഭവതി, എന്ത് ആകാനാണ് എന്നൊരു ചോദ്യമാണ്. ഏതിനാൽ? സംസ്കൃതത്തിലാണെങ്കിൽ കേന എന്ന് ചോദിക്കാം. ഏതിനാൽ എന്താകാനാണ്? തേന വപുഷ, ആ ശരീരങ്ങളാൽ, എന്നാൽ ഈ മേൽപ്പറഞ്ഞ ശരീരങ്ങളാൽ. എവിടെ? സംസ്കൃതത്തിൽ കുത്ര എന്ന് ചോദിക്കാം. ഇഹ, ഈ ലോകത്തിൽ. എന്താണെന്ന് വരികിൽ? ത്വത് പാദാബ്ജസ്മരണ പരമാനന്ദ ലഹരീ വിഹാരാസക്തം ചേത്. നിൻതിരുവടിയുടെ പാദാരവിന്ദ സ്മരണമാകുന്ന പരമാനന്ദത്തിൻ്റെ ലഹരിയിൽ കളിച്ചു രസിക്കുവാൻ ആസക്തിയുള്ളതാണെന്നു വരികിൽ. ഇത് സമസ്തപദമാണ്. ത്വത് പാദാബ്ജസ്മരണ പരമാനന്ദ ലഹരീ വിഹാരാസക്തം ചേത്. ചേത് എന്നത് നമ്മൾ രണ്ട് വാചകങ്ങളെ തമ്മിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ മലയാളത്തിലും പറയുമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നാൽ വേറൊരു വാചകം ഉണ്ടാകും. ആ വാചകത്തിനെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമല്ലോ. അതേപോലെയൊക്കെ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ചേത് എന്ന് പറഞ്ഞാൽ. എപ്പോൾ? സംസ്കൃതത്തിൽ കഥ ചോദിക്കാം. ഉത്തരം സദാ, എല്ലായ്പ്പോഴും. ഏത്? കിം ആസക്തിയുള്ളതാണെന്ന് വരികിൽ? ഹൃദയം. അപ്പോൾ ശങ്കരാചാര്യർ പറയുകയാണ്, ഹൃദയം എല്ലായ്പ്പോഴും നിൻതിരുവടിയുടെ പാദാരവിന്ദ സ്മരണമാകുന്ന പരമാനന്ദത്തിൻ്റെ ലഹരിയിൽ കളിച്ച് രസിക്കുവാൻ ആസക്തി ഉള്ളതാണെന്ന് വരികിൽ ഈ ലോകത്തിൽ ആ ശരീരങ്ങളാൽ, മുകളിൽ പറഞ്ഞ ശരീരങ്ങളാൽ എന്താകാനാണ്? അന്വയഃ. ഈ ശ്ലോകത്തിൽ രണ്ട് ക്രിയാപദങ്ങൾ ഉണ്ട് എങ്കിലും ആ ചേത് എന്ന പദം കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നതിനാൽ നമ്മൾക്ക് ഒരേ ഒരു വാചകമാകും ലഭിക്കുക. നരത്വം, ദേവത്വം, നഗവന മൃഗത്വം, മശകത, പശുത്വം, കീടത്വം, വിഹഗത്വാദി ജനനം വാ ഭവതു. ഹൃദയം സദാ ത്വത് പാദാബ്ജ സ്മരണ പരമാനന്ദ ലഹരീ വിഹാരാസക്തം ചേത് ഇഹ തേന വപുഷ കിം ഭവതി. മലയാളത്തിലെ അർത്ഥം: മനുഷ്യജന്മമോ ദേവജന്മമോ പർവ്വതവാസികളായ മൃഗങ്ങളുടെയോ കാട്ടുമൃഗങ്ങളുടെയോ ജന്മമോ കൊതുകിൻ്റെയോ ജന്തുക്കളുടെയോ പുഴുക്കളുടെയോ പക്ഷികൾ മുതലായവയുടെ ജന്മമോ, ഏത് ജന്മം വേണമെങ്കിലും ഭവിച്ചോട്ടെ, ഒരുവൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും നിൻ തിരുവടിയുടെ പാദാരവിന്ദ സ്മരണമാകുന്ന പരമാനന്ദത്തിൻ്റെ ലഹരിയിൽ ആറാടുവാൻ ആസക്തിയുള്ളതാണെന്നു വരികിൽ ഇവിടെ ഏത് ശരീരമായാൽ എന്ത്? ആ ശരീരം കൊണ്ട് എന്ത് ദോഷം? ശ്ലോകത്തിൻ്റെ സാരാർത്ഥം: ഈ ശരീരം ഏതു രൂപത്തിൽ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, മനുഷ്യൻ്റെയോ ദേവൻ്റെയോ മൃഗങ്ങളുടെയോ
കൊതുകിൻ്റെയോ പുഴുക്കളുടെയോ പക്ഷിയുടേതോ ഏത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, ഹൃദയം എപ്പോഴും ശിവസ്മരണയുടെ പരമാനന്ദ ലഹരിയിൽ ആണ് എങ്കിൽ ഈ ശരീരം കൊണ്ട് എന്ത് ദോഷമാണുള്ളത്? ഏത് ശരീരമായാലും ഒരുപോലെ തന്നെ എന്ന് ശങ്കരാചാര്യർ പറയുന്നു. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് വിവേക ചൂടാമണിയിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ഈ ശ്ലോകത്തിൻ്റെയും സാരാർത്ഥം അതുതന്നെയാണ്. ഞാൻ വായിക്കാം. ഏതുവരേക്കും ശവാകാരത്തിനെ മനുഷ്യൻ ഭജിക്കുന്നുവോ, അതായത് ദേഹത്തിനെ ഞാൻ എന്ന് കരുതി വ്യവഹരിക്കുന്നുവോ, അതുവരേക്കും അശുചിയാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള ക്ലേശങ്ങളും ജനനം, മരണം, വ്യാധി എന്നീ നരകയാതനകളും തുടരും. എപ്പോഴാണോ ശുദ്ധമായ ശിവമായ അചലമായ ആത്മാവിനെ തൻ്റെ സ്വരൂപമായി അറിയുന്നത്, അപ്പോൾ അനാത്മവസ്തുക്കളിൽ നിന്നും വിമുക്തനായി തീരുന്നു. ശിവധ്യാനത്തിനു മാത്രമേ ചിത്തത്തെ സംസാരത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയൂ. ഹൃദയത്തിൽ ആനന്ദം ആത്മസ്വരൂപമായിരിക്കുന്നു എങ്കിലും ആ ആനന്ദം അനുഭവവേദ്യമാകണമെങ്കിൽ ഹൃദയസ്ഥനായ ഭഗവാനെ സാക്ഷാത്കരിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാർത്ഥം. ഇത് വിവേക ചൂടാമണിയിലെ 397 ആ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. മംഗളശ്ലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം തത്സത്. ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. ശിവാനന്ദലഹരിയിലെ 11ാമത്തെ ശ്ലോകവുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.